ഹായ് ഹലോ നമസ്കാരം. എയ്ഫറിൻ്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീകുട്ടി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ വെൺമണി പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ക്ലാസ് പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് വെൺമണി പ്രസ്ഥാനം, അത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്, മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ്, ഇതിൻ്റെ ഉദയവും ഇതിൻ്റെ പതനവും എങ്ങനെയായിരുന്നു, ഇതിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കണ്ടന്റിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണയും ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതുണ്ടായ കാലത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ വെൺമണി പ്രസ്ഥാനത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാലത്തെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി വേണം ആ ഒരു ടോപ്പിക്കിനെ സമീപിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വെൺമണി പ്രസ്ഥാനം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും വെൺമണി പ്രസ്ഥാനം എന്താണ്, പച്ച മലയാള പ്രസ്ഥാനം എന്താണെന്നുള്ളത്. പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുബന്ധമാണ് പച്ചമലയാള പ്രസ്ഥാനം, വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും ഒന്നാണ് എന്ന് കരുതുന്നവരുണ്ടാവും. പക്ഷേ ഇത് രണ്ടും തെറ്റാണ്. വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും സത്യത്തിൽ രണ്ടും രണ്ടാണ്. പക്ഷേ ഇവ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരേ കാലത്തിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യ പ്രവണതകളാണ് വെൺമണി പ്രസ്ഥാനവും അതുപോലെ പച്ചമലയാള പ്രസ്ഥാനവും. ഓക്കെ, നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് വെൺമണി പ്രസ്ഥാനം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ എഴുതിയിരിക്കുന്നതും പ്രകാരം കേരളവർമ്മയുടെ പ്രാസവാദ വിഷയം ഏറെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ മധ്യ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന സാഹിത്യ പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് ഒരുപാട് ധാരണകൾ കിട്ടുന്നുണ്ട് അല്ലേ? എന്താ അത്? കേരളവർമ്മയുടെ പ്രാസവാദ വിഷയം. നിങ്ങൾക്കറിയാം കേരളവർമ്മയുടെ എന്താണ് പ്രാസവാദ വിഷയം, ദ്വിതീയാക്ഷര പ്രാസവാദ വിഷയം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് സജാതീയ ദ്വിതീയാക്ഷരം കവിതയിൽ ദീക്ഷിക്കണമെന്ന കേരളവർമ്മയും തുടർന്നുള്ള ആൾക്കാരുടെയും ഒരു വാദത്തെ തുടർന്ന് ദ്വിതീയാക്ഷര പ്രാസം കൂടാതെയും കൃതികൾ എഴുതാം എന്ന് AR രാജരാജവർമ്മയും KC കേശവപിള്ളയും അടങ്ങുന്ന പക്ഷം വാദിക്കുകയുണ്ടായി. ഈ ഒരു ചർച്ചയും വിവാദവും ഒക്കെ തന്നെയാണ് പ്രാസവാദം എന്ന് അറിയപ്പെടുന്നത്. പ്രാസവാദം നടന്ന കാലഘട്ടം ഏതാണ്? 19ാം നൂറ്റാണ്ടിലാണ് അല്ലേ? 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് കേരളവർമ്മയും അദ്ദേഹത്തിൻ്റെ പ്രാസവാദം എല്ലാം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം. ഇതെവിടെയാണ് നടക്കുന്നത്? ഇത് തെക്കൻ കേരളത്തിലാണ് കേരളവർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാസവാദ വിഷയങ്ങളെല്ലാം ഭയങ്കര പ്രകമ്പനം കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം പാരലായിട്ട് മധ്യ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു സാഹിത്യ പ്രവണതയാണ് വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗത്ത് പ്രാസവാദം, മറ്റൊരു ഭാഗത്ത് വെൺമണി പ്രസ്ഥാനം. വെൺമണി പ്രസ്ഥാനം എന്താണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാം. മലയാള കവിതയിൽ ഉണ്ടായിട്ടുള്ള ഒരു പരീക്ഷണമാണ് വെൺമണി പ്രസ്ഥാനം. അതായത് മലയാളത്തിൽ ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു, അതൊരു പരീക്ഷണാധിഷ്ഠിതമായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കവിതയിൽ പുതിയ പരീക്ഷണങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 19ാം നൂറ്റാണ്ട്. എന്തെല്ലാമാണ് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പൊതുവായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ടീച്ചർ വെൺമണി പ്രസ്ഥാനം പറയാൻ വന്നിട്ട് എന്തിനാണ് വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഒരു കാലഘട്ടത്തിൻ്റെ പൊതുപ്രവണതകൾ ഒരു പ്രസ്ഥാനത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ ഒരു കാര്യം എന്താണെന്നറിയാവോ? ഒന്നാമത് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, രണ്ട് മിഷനറിമാരുടെ വിദ്യാഭ്യാസ നയങ്ങളും അതുപോലെ തന്നെ അവർ നടന്ന് പരക്കെ സ്കൂളുകൾ സ്ഥാപിക്കുകയും അച്ചടി പത്രമാസികകളെല്ലാം സുലഭമായി ലഭിക്കുന്ന, എന്തും അച്ചടിക്കാൻ യോഗ്യമാകുന്ന തരത്തിൽ സാഹിത്യ പരിപോഷണം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. കവിതയിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഗദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആഖ്യായികകൾ കടന്നു വരുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ കഥ, നോവലുകൾ, മറ്റ് പാശ്ചാത്യരുടേതായിട്ടുള്ള സാഹിത്യ സങ്കല്പങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഒരു ഭാഗത്ത് പ്രാസവാദം നടക്കുന്നത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മധ്യ കേരളത്തിൽ എന്ത് നടക്കുന്നത്? വെൺമണി പ്രസ്ഥാനം നടക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ 19ാം നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയും അച്ചടിയുടെയും പത്രമാസികകളുടെയും കടന്നുവരവോടുകൂടി നാട് പുരോഗമിക്കുന്ന സമയത്ത് മധ്യ കേരളത്തിലുള്ള കുറച്ച് നമ്പൂതിരിമാർ എന്തിലേക്ക് കടക്കുകയാണ്? പുറകോട്ട് നടക്കുകയാണ്. ഏതിലൂടെ? വെൺമണി പ്രസ്ഥാനത്തിലൂടെ പുറകോട്ട് നടക്കുകയാണ്. കാരണം എന്താണ്? വെൺമണി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വെൺമണി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെൺമണി കവിതകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സംസ്കൃത വൃത്തത്തിലും സംസ്കൃതത്തിൻ്റെ ചട്ടക്കൂടിലും സംസ്കൃതത്തിൻ്റെ താളലയ
ശ്ലോകങ്ങളുടെ ചിട്ടകളിലൂടെയും വടിവിലൂടെയും മലയാള കവിത എഴുതുന്ന രീതിയാണ് വെൺമണി കവിത അല്ലെങ്കിൽ വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കവിത തന്നെയാണ് ഇവർ എഴുതുന്നത്, പക്ഷെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സംസ്കൃതത്തിലെ ശ്ലോകത്തിൻ്റെ സ്ട്രക്ചറിലാണ് ഇവർ കവിത എഴുതുക, അതോ സംസ്കൃത വൃത്തങ്ങൾ ഒപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സംസ്കൃതത്തിൻ്റെതായിട്ടുള്ള താള ലയങ്ങൾ ഒപ്പിച്ചുകൊണ്ടാണ് കവിത എഴുതുന്നത്. അതായത് മുൻപ് ഈ സന്ദേശകാവ്യങ്ങളിലും ചമ്പുക്കളിലും ഒക്കെ പോയ മണിപ്രവാളത്തെ മറ്റൊരു രീതിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് വെൺമണി കവികൾ ചെയ്തിരുന്നത്. ഇതൊരു വിനോദോപാധി മാത്രമായിരുന്നു. അല്ലാതെ ഇന്നൊരു ദിവസം കുറച്ചു പേര് ഇറങ്ങിയിട്ട് മലയാള ഭാഷയെ നവീകരിച്ച് കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹിത്യ വിനോദം മാത്രമായിരുന്നു. മധ്യ കേരളത്തിലുള്ള നമ്പൂതിരിമാർക്കുള്ള സാഹിത്യ വിനോദമായിരുന്നു വെൺമണി പ്രസ്ഥാനത്തിന് വഴിവെച്ചത്. ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് വെൺമണി പ്രസ്ഥാനം? ഇത്രയേ ഉള്ളൂ. സംസ്കൃതത്തിൻ്റെ വൃത്തത്തിലും സംസ്കൃതത്തിൻ്റെ ചട്ടക്കൂടിലും ശുദ്ധ മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവിത എഴുതുന്ന രീതിയാണ് വെൺമണി കവികൾ അവലംബിച്ചത്. ഇതാണ് വെൺമണി പ്രസ്ഥാനം. ഇത് ഏത് കാലത്താണ് ഉണ്ടായത്? 19-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. 19-ാം നൂറ്റാണ്ടിൽ എന്ത് സംഭവം നടക്കുന്ന സമയത്താണ് ഇത് എഴുതിയിരുന്നത്? കേരളവർമ്മയുടെ പ്രാസവാദം, ദ്വിതീയാക്ഷര പ്രാസം വേണമെന്ന് വാശി കേരളവർമ്മയ്ക്കും, ശബ്ദത്തിനല്ല അർത്ഥത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള AR രാജരാജവർമ്മയുടെയും വാദങ്ങൾക്ക് ഇടയിൽ ഒരു ഭാഗത്ത് ഇത് നടക്കുമ്പോൾ മധ്യ കേരളത്തിൽ എന്ത് ചെയ്യാണ്? കൊടുങ്ങല്ലൂർ കളരിയുടെ ഭാഗമായിട്ട് എന്ത് നടക്കുകയാണ്? ഈ വെൺമണി പ്രസ്ഥാനം രൂപപ്പെട്ടു വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. രണ്ടാമത്തെ പോയിന്റ് നോക്കുക. മണിപ്രവാള സാഹിത്യത്തിന്റെ നവീനമായ തിരിച്ചുവരവാണ് വെൺമണി പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെയാണ് അടുത്ത പോയിന്റ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിന്റെ പൊതുപ്രവണതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ കടന്നുവരവും അതിന്റെ ആഴത്തിലുള്ള സ്വാധീനവും. അത് കാരണം എന്താ നടക്കുന്നത്? പല വിവർത്തന കൃതികളും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള 19-ാം നൂറ്റാണ്ടിലാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ അക്ബർ 1894 അക്ബർ വിവർത്തനം ചെയ്യുന്നത്, അതിന്റെ പിന്നാലെ കുറേ നോവലുകൾ എന്ത് ചെയ്യുന്നു? മലയാളത്തിലേക്ക്, ലോക സാഹിത്യത്തിൽ നിന്നുള്ള മലയാളത്തിലേക്ക് നോവലുകൾ വിവർത്തനം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പരക്കെ പ്രചാരത്തിലിരിക്കുന്ന ഈ കാലത്തില് കുറച്ച് ആൾക്കാർ എന്താ ചെയ്യുന്നത്? പോയ മണിപ്രവാളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടാണ് വെൺമണി പ്രസ്ഥാനത്തെ കണ്ടിരുന്നത്. അതായത് ഇപ്പൊ ആരും സംസ്കൃതം ഉപയോഗിക്കുന്നില്ല. ആഢ്യഭാഷ, ദേവഭാഷ എന്നൊക്കെ പറയുന്ന സംസ്കൃതത്തെ ഉപയോഗിക്കാതെ പുരോഗമനത്തിലേക്ക് ഒരു കൂട്ടർ നടക്കുന്ന സമയത്ത് കുറച്ച് നമ്പൂതിരിമാർ എന്താ ചെയ്യുന്നത്? പുതിയ രീതിയിൽ പഴയ ആ ഒരു മണിപ്രവാളത്തെ സ്വകൃതികളിലൂടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു വെൺമണി പ്രസ്ഥാനത്തിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ മാത്രമാണ് നേരത്തെ ഇതിൽ കിട്ടിയിട്ടുണ്ടാവുക. ഇതിൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ, മണിപ്രവാളത്തിൻ്റെ സവിശേഷതകൾ പറയുന്ന സമയത്ത് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തത വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വെൺമണി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നോക്കാം. സംസ്കൃതത്തിൻ്റെ പ്രാസവും വൃത്തവും താളവും നിലനിർത്തിക്കൊണ്ട് ശുദ്ധ മലയാള പദങ്ങൾ, ഞാൻ ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇതാ, സംസ്കൃതത്തിൻ്റെ വൃത്തം, പ്രാസം, താളം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ശുദ്ധ മലയാള പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കവിത എഴുതുന്ന രീതിയാണ് വെൺമണി പ്രസ്ഥാനത്തിന് ഉള്ളത്. അടുത്ത് നോക്കാം. രണ്ടാമത്തെ പോയിന്റ്, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ പാതയാണ് വെൺമണി കവികൾ പിന്തുടർന്നത്. എന്താണ് ചെറുശ്ശേരിക്കും കുഞ്ചൻ നമ്പ്യാരുടെയും പാരമ്പര്യം? എന്താണ്? അവര്, ചെറുശ്ശേരിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ടി ഭാസ്കരന്റെ അഭിപ്രായത്തിൽ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത് കൃഷ്ണഗാഥയാണ്. മഹാകാവ്യം എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? സംസ്കൃത സാഹിത്യത്തിൻ്റെ പ്രൊഡക്റ്റാണ് മഹാകാവ്യം എന്ന് പറയുന്ന പ്രസ്ഥാനം. ചെറുശ്ശേരി എന്താ ചെയ്തത്? കൃഷ്ണഗാഥയിലൂടെ സംസ്കൃതത്തിൻ്റെ ചട്ടക്കൂടിലുള്ള ഒരു മഹാകാവ്യം ദ്രാവിഡ തനിമയോടുകൂടി, കേരള തനിമയോടുകൂടി ആവിഷ്കരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ചെറുശ്ശേരി ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ചെറുശ്ശേരിയുടെ ബിംബകൽപ്പനകളിലാണെങ്കിലും വാങ്മയ ചിത്രങ്ങളിലാണെങ്കിലും ഇമേജുകളുടെ പ്രയോഗത്തിലാണെങ്കിലും ഒരു കേരളീയത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളീയമായിട്ടുള്ള പാരമ്പര്യം, ഗ്രാമ്യമായിട്ടുള്ള പാരമ്പര്യം, ഗ്രാമീണമായിട്ടുള്ള പദങ്ങൾ ഇതൊക്കെ എന്തിലെടുക്കുന്നുണ്ട്?
കൃഷ്ണഗാഥയിൽ കടന്നു വരുന്നുണ്ട്. കുഞ്ചൻ നമ്പ്യാരെ നിങ്ങൾക്ക് വളരെ ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കുഞ്ചൻ നമ്പ്യാര് പറയുന്ന കവിതകളിൽ കുറെ നാടൻ പഴഞ്ചൊല്ലുകളും ഗ്രാമ്യമായ പദങ്ങളുമെല്ലാം കടന്നു വരുന്നുണ്ട്. മൊത്തത്തിൽ കേരളീയമായ ചുറ്റുപാടിലാണ് ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും സ്വകൃതികൾ പ്രകാശിപ്പിച്ചിരുന്നത്. ഓക്കെ, സമൂഹത്തിന്റെ മാറ്റങ്ങളെ ഒരുപോലെ ഉൾക്കൊള്ളുകയും അതിനെ അപ്രകാരം തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്ന രണ്ടാൾക്കാരാണ് ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും. ഇതേ പ്രവണത തന്നെയാണ് ആരും ചെയ്തത്? വെൺമണി കവികളും ചെയ്തത്. അതായത് വെൺമണി കവികൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? തികച്ചും ഗ്രാമ്യമായ പദങ്ങളെ വെൺമണി കവിതയിലേക്ക് കൊണ്ടുവന്നു. വെൺമണി കവികള് ഗ്രാമ്യമായ പദങ്ങളെ കൊണ്ടുവന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന പദങ്ങളെ കവിതയിലേക്ക് ആവിഷ്കരിച്ചു. നാടൻ ചൊല്ലുകളെ ഇതുപോലുള്ള കവിതയുടെ വരികളിലേക്ക് ഉൾപ്പെടുത്തി. കേരളീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിവൃത്തം അവതരിപ്പിച്ചു. ഇതൊക്കെയാണ് വെൺമണി കവികളും ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്. അതിപ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഒരു നെറ്റ് പരീക്ഷയിൽ തരുന്ന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഒരു ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കാം തരുന്നതെന്ന് വെറുതെ സങ്കല്പിക്കുക. വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളെ കണ്ടെത്തുക എന്നായിരിക്കും നിങ്ങൾക്ക് ചോദ്യം തരിക. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തരണമെന്നില്ല. പകരം എങ്ങനെ തരാം? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ പാതയാണ് വെൺമണി കവികൾ പിന്തുടർന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ചെറുശ്ശേരിക്കും കുഞ്ചൻ നമ്പ്യാർക്കും കോമൺ ആയിട്ടുള്ള അവരെ ബന്ധിപ്പിക്കുന്ന ഘടകം. ഇവരെ വെൺമണി കവികളുമായി ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? കണ്ടന്റിനെ പറ്റി വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പൊ നോക്കുക, അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ പോയിന്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു ചുമ്മാ ഒരു പോയിന്റ്സ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് മറ്റു വിഷയങ്ങളായിട്ട് എന്താണ് ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. അതായത് വെൺമണി പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ സമയം ചെറുശ്ശേരിയെയും അതേസമയം കുഞ്ചൻ നമ്പ്യാരും നമ്മൾ സ്മരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഒരു സാഹിത്യ പ്രവണത അല്ലെങ്കിൽ ഒരു സാഹിത്യ പ്രസ്ഥാനം മറ്റ് ഇതര വിഷയങ്ങളായും കൂടെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എടുത്ത ക്ലാസ്സിൽ കുറേ കീവേഡ്സ് ഞാൻ പറഞ്ഞു അല്ലേ? പ്രാസവാദത്തെ പറ്റി പറഞ്ഞു, മിഷണറിമാരെ പറ്റി പറഞ്ഞു, അച്ചടി പത്രമാസികകളെ പറ്റി പറഞ്ഞു, വിവർത്തനത്തെ പറ്റി പറഞ്ഞു, നോവലുകളെ പറ്റി പറഞ്ഞു, അതുപോലെ ഈ പറയുന്ന ചെറുശ്ശേരിയെ പറ്റിയും കുഞ്ചൻ നമ്പ്യാരെ പറ്റിയും ഒക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ഒരു കാലഘട്ടത്തിന്റെ പ്രവണതയാണ്. കാലഘട്ടത്തിന്റെ പ്രവണതയാണ് ഈ ഒരു വെൺമണി പ്രസ്ഥാനത്തെയും സ്വാധീനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെൺമണി പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് വെൺമണി പ്രസ്ഥാനം പഠിച്ചു കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേറെ ഏതോ ടോപ്പിക് എടുത്ത് പഠിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാസവാദത്തെ പഠിക്കരുത്. പഠിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക. ഇങ്ങനെ ആയതുകൊണ്ട് അത് അങ്ങനെ ആയി എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. സിലബസിൽ കാലക്രമപ്രകാരമാണ് ഓരോ കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു കാലത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ തുടർച്ച 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 എന്ന രീതിയിലാണ് ഓരോരോ ടോപ്പിക്ക് പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ മനസ്സിലാക്കിയിട്ട് കൂടെ ടോപ്പിക്കുകളെ കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ പഠനം വളരെ സുഗമമായിട്ട് പോകും. ഓക്കെ, അത് പോട്ടെ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെൺമണി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സംസ്കൃതത്തിന്റെ ചട്ടക്കൂടിൽ ശുദ്ധ മലയാള പദങ്ങളെ പ്ലേസ് ചെയ്തുകൊണ്ട് കവിത എഴുതുന്നതിനെയാണ് വെൺമണി പ്രസ്ഥാനം, അല്ലെങ്കിൽ ആ പറയുന്ന പ്രവണതയാണ് വെൺമണി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ചെറുശ്ശേരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും പാരമ്പര്യമാണ് അവർ ഫോളോ ചെയ്തത്. എന്ത് പാരമ്പര്യമാണ്? ഗ്രാമ്യമായ പദങ്ങളെ ഉപയോഗിച്ചു. ഗ്രാമ്യമായ ചുറ്റുപാടിൽ, കേരളീയമായിട്ടുള്ള ചുറ്റുപാടിൽ നിന്നുകൊണ്ട് കവിതയെ എഴുതി. ഭിന്നമായൊരു ചുറ്റുപാടിലല്ല, പകരം എന്തിലാണ്? കേരളീയമായ ചുറ്റുപാടിലാണ് അവർ കവിത എഴുതിയത്. കേരളീയമായിട്ടുള്ള തനത് ഗ്രാമ്യ പദങ്ങളെ കവിതയിലേക്ക് അവർ ആവിഷ്കരിച്ചു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ നോക്കുക. പരിഹാസം, ഫലിതം, ശൃംഗാരം. പരിഹാസം, ഫലിതം, ശൃംഗാരം എന്നിങ്ങനെ ജീവിതത്തിന്റെ ബാഹ്യവികാരങ്ങളെയെല്ലാം വെൺമണി കവികൾ അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ ഉപരിതല സുഖങ്ങളെ മാത്രം പ്രമോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് വെൺമണി കവികൾ. അപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുക. അവർക്ക് ഒരു കഷ്ടപ്പാട് അറിയുന്നില്ല. അവർ നാടുവാഴിത്ത ഭരണത്തിൻ്റെ അല്ലെങ്കിൽ നാടുവാഴിത്തത്തിൻ്റെ എല്ലാവിധ പ്രിവിലേജുകളും അനുഭവിക്കുന്നവരാണ്.
അവർക്ക് അധ്വാനിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. അവർക്ക് 3 നേരം ഉണ്ട് 4 കൂട്ടി മുറുക്കിയിരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും ഇന്നൊരു കവിത പടച്ചു വിടാം എന്ന് വിചാരിച്ച് അവർ എന്ത് ചെയ്യുന്നു, കവിത എഴുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിലുള്ള ഫലിതവും അവർക്കിടയിലുള്ള പരിഹാസവും അവരുടെ മൂര്യശൃംഗാരവും മാത്രമായിരിക്കും അവരതിൽ കുതികയറ്റി വിടുന്നത്. അല്ലാതെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ആഴത്തിലുള്ള ദർശനമോ ആഴത്തിലുള്ള ഭക്തിയോ ആഴത്തിലുള്ള ദാർശനികതയോ ഇവരെ സ്വാധീനിച്ചിട്ടില്ല. കാരണം സുഖകരമായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ആ സുഖത്തെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എല്ലാം വല്ല ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല, പൊതുവെ വെൺമണി കവികളുടെ ഒരു പൊതു പ്രവണതയായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ജനറലൈസ് ചെയ്ത് പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഇവരൊരു നാടുവാഴിത്ത മേൽക്കോയ്മയുടെ പ്രൊഡക്റ്റാണ് വെൺമണി കവികൾ. സോ അവർക്ക് ഈ ബുദ്ധിമുട്ടുകളോ അവർക്ക് ഈ ദാർശനികതയോ സമൂഹത്തിൻ്റെ പോക്കോ ഒന്നും അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്ത് ചുറ്റുപാടിലാണോ അവരിയ്ക്കുന്നത് ആ ചുറ്റുപാടിനെ അവർ പ്രതിഫലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കവിതകളിൽ എന്താണ് ഉണ്ടാവുക? ഈ പറയുന്ന പോലെ തന്നെയുള്ള ശരീരവർണ്ണന ഉണ്ടാകും, അതുപോലെ തന്നെ ശരീരവർണ്ണനയിൽ നിന്നുണ്ടാകുന്ന ഫലിതമുണ്ടാകും, അതുപോലെ തന്നെ തുറന്നു വിട്ടിട്ടുള്ള ലൈംഗിക കാമനകൾ ഉണ്ടാകും. ഇതിനെല്ലാം വളരെ ലൈസൻസോടുകൂടി എഴുതിയിട്ടുള്ള കവികളാണ് വെൺമണി കവികൾ. പ്രത്യേകിച്ച് വെൺമണി മഹൻ്റെ പൂരപ്രബന്ധം, അംബോപദേശം മുതലായിട്ടുള്ള കൃതികളിലെല്ലാം ഈ ശൃംഗാരത്തിൻ്റെ ചുവ ഇത്തിരി കൂടുതൽ തന്നെയാണ്. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്തിലേക്ക് വെക്കാം, ചെറുശ്ശേരിയിലേക്ക് കണക്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അടുത്തയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. തികച്ചും ഗ്രാമ്യമായ മലയാള പദങ്ങളെ ഗരിമയോടെ ഭാഷയിൽ അവർ ഉപയോഗിച്ചു. ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗരിമയോടെ. എന്താ ഈ ഗരിമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രൗഢിയോടുകൂടി. അതായത് തികച്ചും ഗ്രാമ്യമായിട്ടുള്ള ചെമ്മേ, നണ്ണി, ചെഞ്ചെമ്മേ, ഒവ്വാതെ ഇങ്ങനെ ഉപയോഗിച്ച് ചെറുശ്ശേരി ഉപയോഗിച്ച പോലുള്ള കെഞ്ചുക, അഞ്ചാതെ ഇങ്ങനെയൊക്കെ ഉള്ള പദങ്ങളെ, ഇതിന് സമാനമായിട്ടുള്ള പദങ്ങളെ, പ്രത്യേകിച്ച് കുശുമ്പ്, കുണ്ടാമണ്ടി, തക്കിടി, വെടി പറയുക, കമ്പം, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ശുദ്ധ മലയാള പദങ്ങളാണ്. ഈ പദങ്ങളെ സംസ്കൃതത്തിൻ്റേതുപോലെ വളരെ പ്രൗഢമായി വളരെ സ്റ്റാൻഡേർഡൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, മലയാള കവിതയിൽ പ്ലേസ് ചെയ്യുകയാണ്. കാണുമ്പോഴല്ലേ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ എന്തുപോലെ ഇരിക്കും, സംസ്കൃത ശ്ലോകം പോലെ ഇരിക്കും. പക്ഷെ പദങ്ങളൊക്കെ എന്തായിരിക്കും, ശുദ്ധ മലയാള പദങ്ങളായിരിക്കും. അത് വെൺമണി കവികളുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്തു കേട്ടോ. ഭാഷയെ, അതായത് ഒരു സവർണ ഭാഷയെ അല്ലെങ്കിൽ ഒരു സവർണ മണിപ്രവാളത്തെ ജനകീയമാക്കി മാറ്റിയതും വെൺമണി കവികളാണ്. അതായത് സാഹിത്യ ഭാഷയെ സംസാര ഭാഷയോട് അടുപ്പിച്ചു എന്നുള്ള ഒരു ഗുണം വെൺമണി കവികൾക്ക് ഉണ്ട് എന്നുള്ളത് പല നിരൂപകന്മാരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണത് പലതരത്തിലുള്ള ഈ പദങ്ങളെ അല്ലെങ്കിൽ ഈ സംസ്കൃത പദങ്ങൾ എങ്ങനെയാണ് സംസാര ഭാഷയോട് അടുപ്പിച്ചത്? വേറൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ആക്കി ഉപയോഗിക്കുന്ന ഭാഷ മാതിരി നമ്മുടെ സാധാരണ ഭാഷ എന്ത് ചെയ്തു, കാവ്യത്തിൽ ഉപയോഗിക്കുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് നോക്കുക. കേരളീയമായ ഇതിവൃത്തം, ലളിതമായ ആവിഷ്കരണം, കവിതയ്ക്കകത്തെ വാങ്മയ ചിത്രീകരണത്തിലെ സ്വാഭാവികത എന്നിവ വെൺമണി കവിതകൾക്ക് മിഴിവേകി. എന്താണ് ഇവർ ഉപയോഗിക്കുന്നത്? വലിയ ദാർശനികമായിട്ടുള്ള കണ്ടന്റ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവർ എഴുതുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതിവൃത്തം മാത്രമേ ഉള്ളൂ, വലിയ ആഴത്തിലൊന്നും പോവാത്ത ഇതിവൃത്തമാണ്. എന്നാൽ ലളിതമായി വളരെ സിമ്പിളായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, കാവ്യം ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, കാവ്യത്തിനകത്ത് തന്നെ ചില ബിംബങ്ങൾ, വാങ്മയ ചിത്രങ്ങൾ, ചില ഇമേജുകൾ കടന്നു വരുന്നു. ഈ ഇമേജുകൾ എപ്രകാരമുള്ള ഇമേജുകളാണ്? ഈ ഇമേജുകൾ കേരളീയമായിട്ടുള്ള ഇമേജുകളാണ്, കേരളീയ ബിംബത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇമേജുകളാണ് ആരെഴുതിയിട്ടുള്ളത്? വെൺമണി കവികൾ എഴുതിയിട്ടുള്ളത്. ഇനി കേരളീയമായിട്ടുള്ള ഇമേജുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്നറിയാവോ നിങ്ങൾക്ക്? ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, വെൺമണി കവികൾ, അതോടൊപ്പം തന്നെ പി കുഞ്ഞിരാമൻ നായർ, ONV മുതലായിട്ടുള്ള ആൾക്കാർ. അവിടെ നിന്ന് പി കുഞ്ഞിരാമൻ നായരിനെയൊക്കെ നമ്മൾ നല്ലപോലെ പഠിക്കണം. പിന്നെ വൈലോപ്പിള്ളിനൊന്നും നമുക്ക് വിട്ടുകളയാനേ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പാരമ്പര്യം ഏതിലേക്ക് കിടക്കുന്നുണ്ട്? നമ്മുടെ ആധുനിക കവികളിലേക്ക് എത്തുന്നത് വരെയും ഈ കേരളീയമായ ബിംബങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യം മലയാളത്തിന് ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എവിടെയെങ്കിലും എന്നെങ്കിലും
നിങ്ങൾക്കൊരു ചോദ്യം വരികയെന്ന് കരുതുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കേരളീയമായ ബിംബം ഉപയോഗിക്കുന്ന കവികളുടെ ശരിയായ ഗണം കണ്ടെത്തുക എന്നെങ്ങാനും അബദ്ധത്തിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എവിടെയെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. എവിടെയെങ്കിലും കേട്ടൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് ഒന്ന് നോക്കുക. എന്തും കവിതയ്ക്ക് വിഷയമാവുകയും ജീവിതത്തിന്റെ സമസ്യകളെ ഒന്നും ഗൗനിക്കാതെ കവിതയിൽ അഭിരമിക്കുകയും ചെയ്ത അവർക്ക് കവന പ്രക്രിയ കേവലം ഒരു വിനോദോപാധിയായിരുന്നു. അതായത് ഇവർ എന്ത് ചോദിച്ചാൽ, ഇവരോട് ചോദിക്കുന്ന എന്ത് ചോദ്യങ്ങൾക്കും ഇവര് കവിതയിലൂടെയായിരിക്കും ഉത്തരം പറയുക. ഇവരോട് ചോദിക്കുന്നതും കവിതയിലായിരിക്കും, ഇവർ ഉത്തരം പറയുന്നതും കവിതയിലായിരിക്കും. അപ്പൊ കവിതയ്ക്ക് ഇങ്ങനെ ഒരു വിഷയം കിട്ടണം എന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ല. പകരം എന്ത് ചെയ്താൽ മതി? അവർക്ക് കവിത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. മാത്രമല്ല, ആഴത്തിലുള്ള ജീവിത പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീടിന് മുന്നിൽ ഒരു മാമ്പു കൊഴിഞ്ഞാലും അവരതിനെ കവിത ഉണ്ടാക്കും. ഒരു കാറ്റടിച്ചാലും അവർ കവിത ഉണ്ടാക്കും. ഒരു ഒറ്റ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പതിവ് ഇവർക്കുള്ളതായിരുന്നു. മാത്രമല്ല, ഇവർ കവന പ്രക്രിയ, കവിത എഴുതുക എന്നുള്ളതിനെ ഒരു ഡ്യൂട്ടി ആയിട്ടൊന്നും കണ്ടില്ല, ഒരു നേരം പോക്കായിട്ട് മാത്രം കണ്ടിരുന്ന ആൾക്കാരാണ് ഇവർ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അടുത്ത പോയിന്റ് നോക്കുക. കാവ്യഭാഷയെ സംസാര ഭാഷയോട് കൂടുതൽ അടുപ്പിക്കുക മാത്രമല്ല അവർ ചെയ്തത്, മറിച്ച് സംസ്കൃതത്തിന്റെ ചട്ടക്കൂടിൽ ശുദ്ധ മലയാള പദങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ ഭാഷാ ശൈലിക്ക് തുടക്കം കുറിക്കുകയാണ് അവർ ചെയ്തത്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന രണ്ട് കാര്യങ്ങൾ, ഇത്ര നേരം ഞാൻ സംസാരിച്ചില്ലേ, അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഈ രണ്ട് പോയിന്റുകൾ. നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടെ അത് വിവരിച്ച് തരുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് മലയാള പദങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ഭേസുക, കുശുമ്പ്, കുണ്ടാമണ്ടി, തക്കിടി, വെടി പറയുക, കഷ്ണിക്കുക എന്നീ പദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സുലഭമായി അവരവരുടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏകദേശം എന്താണ് വെൺമണി പ്രസ്ഥാനം, എന്താണ് അതിൻ്റെ സവിശേഷതകൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ ഇതിൽ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്നും അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നും വെൺമണി പ്രസ്ഥാനത്തിൻ്റെ പതനം എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാരണം കൊണ്ടാണ് വെൺമണി പ്രസ്ഥാനം നശിച്ചു പോയത് എന്നുള്ളതിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.